അറേബ്യയ്ക്കിന്നൊരു പുതിയ ഭരണാധികാരിയുണ്ട്. സൗന്ദര്യത്തിന്റെ നൂറുമേനി അഴകാണ്. ആ സൗന്ദര്യം വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞൊഴുകുന്നത് ആർക്കും ആസ്വദിക്കാനാകും. അത് സംസ്കാരമായി മദീനയിൽ ഒഴുകി പറന്നുകൊണ്ടിരുന്നു. മക്ക മടിച്ചു നിന്ന സമയത്ത് രണ്ടു കൈകൾ നീട്ടി ആവേശപൂർവ്വം സ്വീകരിക്കുമായിരുന്നു മദീന. അതിന്റെ ഉള്ളിലനുഭൂതിയാണ് ഇന്ന് മദീന. രണ്ടുപേർ അതാ ആ തെരുവിൽ തർക്കത്തിലേർപ്പെട്ടിരിക്കുന്നു. ഒരാൾ മദീനയുടെ വാനമ്പാണ് ബിലാൽ റളിയല്ലാഹു അൻഹു, മറ്റേയാൾ റിഫായി ഗോത്രത്തിലെ സമ്പൂർണ്ണൻ അഹ്മദ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരുടെ തർക്കം ഒരൽപ്പം മലർന്നിട്ടുപോയി. അഹ്മദ് റിഫായിയുടെ വാക്ക് തിരക്കി നാവിലൂടെ എടുത്തുചാടി. അത് കൈവിട്ടുപോയി. കർത്താവിന്റെ പുത്ര ആ വാക്യത്തിൽ കറുത്ത മനുഷ്യൻ ചാറ്റലിയേറ്റ പോലെ വീഴുന്നു. പലർത്തങ്ങൾ ആദ്യമായി കേൾക്കുന്ന തെറിയല്ല അത്. ജീവിതത്തിന്റെ സിംഹഭാഗവും ആ വാക്ക് കേട്ടാണ് ബിലാൽ വളർന്നത്. പിന്നെ എന്തേ ബിലാൽ നോക്കുന്നത്? ബിലാൽ ഉടനെ തിരിഞ്ഞു മദീനകളിൽ ലക്ഷ്യം വെച്ചു ആഞ്ഞു നടന്നു. എന്ത് ചെയ്യാമെന്നറിയാതെ കിതച്ചു നിന്നു അബൂദർ. ബിലാൽ പോകുന്നത് സംസ്കാരത്തിന്റെ രാജഗുരുവായ മുത്തുനബിയുടെ സമീപത്തേക്കാണ്. ബിലാൽ പിന്നാലെയായി അതേ വഴിയിലൂടെ അബൂദർ വരുന്നുണ്ട്. ബിലാൽ മുത്തുനബിയുടെ സമീപത്തേക്ക് നീങ്ങി വിനയത്തോടെ തന്റെ സങ്കടം ബോധിപ്പിച്ചു. യാ റസൂലല്ലാഹ്, എന്നെ അബൂദർ കർത്താവിന്റെ പുത്ര എന്ന് വിളിച്ചു നബിയെ. തിരുനബിയുടെ മുഖം മാറി. മുത്തുനബിയുടെ മുഖത്ത് നോക്കാനാകാതെ അബൂദർ തലതാഴ്ത്തി. യാ അബൂദർ, ജാഹിലിയ്യ കാലത്തിൽ അത്തരബോധം ഇനിയുമുണ്ടോ ആ മനസ്സിൽ? മുത്തുനബിയുടെ ശബ്ദം അബൂദർ റളിയല്ലാഹുവിന്റെ ചെവി ഇടിനാദമായി പെയ്തു. മനസ്സ് വിങ്ങി പൊട്ടി. മുഖത്തെ രക്തയൂട്ടം നിലച്ചു. ഒന്നും അറിയാതെ അബൂദർ റളിയല്ലാഹു ഇറങ്ങി നടന്നു. പിന്നാലെയായി ബിലാൽ വരുന്നുണ്ട്. ബിലാലിനോട് പ്രതിജ്ഞ ചെയ്യാനുള്ള മുന്നൊരുക്കത്തിലാണ് അബൂദർ. ആ വഴിക്ക് കുറുകയായി അബൂദർ റളിയല്ലാഹു കബർ ചേർത്തു കിടന്നു. ആ വഴി മുറിച്ചടക്കാനാകാതെ ബിലാൽ ആ വഴി നോക്കും വിനയത്തോടെ ചോദിച്ചു, എന്താണ് ഇത് അബൂദർ? അതിന്റെ മറുപടി ഒരു കരച്ചിലായിരുന്നു. ബിലാലേ, പ്രിയപ്പെട്ട ബിലാലേ, അങ്ങയുടെ കറുത്ത കാലം കൊണ്ട് ഈ വെളുത്ത കവിൾ ചവിട്ടു ബിലാൽ. എന്താണ് ഇത് അബൂദർ? ഇല്ല, താങ്കൾ എന്റെ കവിൾ ചവിട്ടിയിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്നും എണീക്കുകയില്ല. എന്റെ ഉള്ളിലെ അത്തമബോധം നശിക്കട്ടെ. ബിലാൽ തങ്ങളുടെ കണ്ണു നിന്നു ചുടുബാഷ്പം അണ്ണ പൊട്ടി കുനിഞ്ഞു. ആ വെളുത്ത കവിളിൽ ബിലാൽ അമർത്തി ചുംബിച്ചു. പ്രിയപ്പെട്ട അബൂദർ, ഈ കവിളിൽ ചവിട്ടാനുള്ളതല്ല, മുത്തം വെക്കാനുള്ളതാണ്. രണ്ടുപേരും ഗാഠമായി ആശ്രയിച്ചു. രണ്ടുപേരെ കണ്ണുകളിൽ നിന്ന് മുതിർന്നു വീണ ചുടുബാഷ്പത്തിന്റെ ഉപ്പ് അലങ്ങി ഒന്നായി ചേർന്നു. അതെ, മുത്തരി പഠിപ്പിച്ചെന്ന സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ഭാഷകളുമാണ് നാം ഇവിടെ കണ്ടത്. സുഹൃത്തിന് ഇഷ്ടമല്ലാത്ത ഒരു വാക്ക് പോലും പറയാണ്ടിരിക്കാനാണ് മുത്തരി പഠിപ്പിച്ചത്. ഈ കഥയുടെ പാഠം നമ്മുടെ ജീവിതത്തിൽ പകർത്താനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ മത്സരം കഴിഞ്ഞു.